Hosanna, Hallelujah, Hosanna, Hallelujah, Hosanna, Hallelujah, Hosanna, Hallelujah, Hosanna. Let's sing together one more time. Hallelujah, Hosanna, Hallelujah, Hosanna, Hallelujah, Hosanna, Hallelujah, Hosanna. മരണത്തെ ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. പാതാളത്തെ ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ഞങ്ങളോടൊപ്പം ചേർന്ന് മരണത്തെ ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. പാതാളത്തെ ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു. എല്ലാവരും പ്രഭാതത്തിൽ ചേർന്ന് ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ ഹോസന്ന, യേശുവേ ഹല്ലേലൂയ ഹോസന്ന, കൃപ കൃപ കൃപ, ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന. ഈ പ്രഭാതത്തിൽ ഹാർവസ്റ്റ് ടെലിവിഷനും ഗ്രേസ് ചാപ്പൽ മിനിസ്ട്രീസ് ഒന്നിച്ചൊരുക്കുന്ന പ്രാർത്ഥിക്കുന്ന കേരളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഞങ്ങളെ കേട്ടുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടുവരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും ഞങ്ങൾ വിശേഷിയാൽ സ്വാഗതം ചെയ്യുന്നു. നേരത്തെ തന്നെ എഴുന്നേറ്റ് ദൈവത്തിന്റെ വചനവും പ്രാർത്ഥനയിലും തങ്ങളെ തന്നെ ഒരുങ്ങി ടെലിവിഷന്റെ മുമ്പിലായിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിൽ വിവിധ രാജ്യങ്ങളിൽ ഞങ്ങൾ പങ്കുചേരുന്നുണ്ട്. നിങ്ങളെ ഏവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ നമുക്കൊന്നിച്ച് രണ്ട് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന. ഇന്നലെയും മിനിഞ്ഞാന്നുമായി ടെലിവിഷനിലൂടെ കാണുന്ന സ്ക്രീൻ നമ്പറിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അനേകർ ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ ഞങ്ങളോടുകൂടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കും. യേശു ഇന്ന് പകൽ അവരെ വിടുവിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ലക്ഷക്കണക്കിന് ആളുകൾ ഞങ്ങളോടൊപ്പം ഇന്ന് പകൽ ഈ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുണ്ട്. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. ഒന്നിച്ചു പ്രാടാം. യേശു അത്ഭുത മന്ത്രി, യേശു വീരനായ ദൈവം, യേശു സമാധാന പ്രഭു, യേശു ഉയർത്തെഴുന്നേറ്റ കർത്താവ്. ചേർന്ന് രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് യേശുവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു, അങ്ങേ ഞാൻ ആരാധിക്കുന്നു, യേശുവേ അങ്ങേ ആരാധിക്കുന്നു. ഈ വെളുപ്പിനെ ശരീരം തളർച്ച, ഛർദില്, നെഞ്ചിടിപ്പിനാൽ ഭാരപ്പെടുന്ന റീന ട്രിവാൻഡ്രത്തുനിന്ന് ഈ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പേ അവർ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥനയ്ക്കായി ഈ സന്ദർഭത്തിൽ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു.
കൺമണി ട്രിവാൻഡ്രം, കിണറ്റിൽ വെള്ളമില്ല, ഷുഗർ കൂടുതൽ, സാമ്പത്തിക ബുദ്ധിമുട്ട്, മനുഷ്യ ജീവിതങ്ങൾ ഏതെല്ലാം നിലയില്ല നമുക്ക് ചുറ്റുപാടും കഷ്ടപ്പെടുന്നത്. ഞാൻ സന്തോഷത്തോടെ ഇങ്ങനെ ഈ പ്രഭാതത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ, യേശു നമുക്കുള്ളത് കൊണ്ട് സകല വിഷയത്തിന് പരിഹാരമുണ്ട്. യേശു നമുക്കുള്ളത് കൊണ്ട് സകല മേഖലകളിൽ നിന്ന് നമുക്ക് ഉയർച്ചയുണ്ട്. യേശു നമുക്കുള്ളത് കൊണ്ട് സകല കണ്ണീരും തുടയ്ക്കപ്പെടും. യേശു നമ്മുടെ കണ്ണീരിനെ തുടയ്ക്കും. യേശുവിൽ നമുക്ക് ശുഭമായ ഭാവിയുണ്ട്. യേശുവിൽ നമുക്ക് ആരോഗ്യമുണ്ട്. യേശുവിൽ നമുക്ക് സൗഖ്യമുണ്ട്. യേശുവിൽ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ട്. യേശുവിൽ നമുക്ക് നിത്യ ജീവനുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യോഹന്നാൻ 1:12 നാം ഇങ്ങനെ വായിക്കുന്നു, യേശുവിന്റെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം നൽകി. ഞങ്ങളോടൊപ്പം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെയും ഇന്റർനെറ്റിലൂടെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, യേശുവോട് പറയേണ്ട ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരണം. യേശുവെ, എനിക്ക് അങ്ങേ ആവശ്യമുണ്ട്. ഹൃദയം തുറന്ന് ആത്മാർത്ഥതയോടെ ആ ഒരു വാചകം നീ പറയുമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശു കടന്നു വരും. നിങ്ങളുടെ ജീവിതം ധന്യമാകും. ആ ഉറപ്പോടെ കരങ്ങളെ രണ്ടും ഉയർത്തി ചേർന്ന് Come on. Yes, Lord. ആ സന്തോഷത്തോടെ, come on, ഹൃദയം നിറയുന്ന സന്തോഷത്തോടെ. Thank you, Lord. മരണത്തെ ജയിച്ചവനേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. പാതാളത്തെ ജയിച്ചവനേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ഒരിക്കൽ കൂടെ, മരണത്തെ ജയിച്ചവനേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. പാതാളത്തെ ജയിച്ചവനേ, അങ്ങേ ആരാധിക്കുന്നു. ഈ പകൽ ഉല്ലാസത്തോടെ വിശ്വാസത്തോടെ ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന. Thank you, Lord. Hallelujah, Hosanna. Yes, Lord. Hallelujah. Hallelujah, Hosanna. Thank you, Holy Spirit. Hallelujah, Hosanna. Hallelujah, Hosanna. ദൈവദാസൻ സിനു മുമ്പോട്ട് കടന്നു വന്ന ഈ പ്രഭാതത്തിൽ ഇന്ന് മുഴുവൻ നമ്മുടെ ആയുസ് ദിനങ്ങളിലെല്ലാം ധ്യാനമായി തീരേണ്ടതിന് ദൈവത്തിന്റെ തിരുവെട്ടിൽ നിന്ന് ചില വാക്യങ്ങൾ നമ്മെ വായിച്ചു കേൾപ്പിക്കും. 148 സങ്കീർത്തനം. യഹോവയെ സ്തുതിപ്പിൻ, സ്വർഗ്ഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പിൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പിൻ, അവന്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പിൻ, അവന്റെ സർവ്വ സൈന്യവുമേ അവനെ സ്തുതിപ്പിൻ, സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പിൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവയെ അവനെ സ്തുതിപ്പിൻ. ഹല്ലേലൂയ എന്ന് പൽക്കാലം സൃഷ്ടിതാവാം ദൈവത്തെ സകല സൃഷ്ടികളും ഒന്നിച്ച് ആരാധിക്കുമ്പോൾ അവരോട് കൂടെ നമുക്ക് ഒന്നിച്ച് അവനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിന്റെ തിരുവെട്ട് നമുക്ക് തരുന്ന ആഹ്വാനം, സൂര്യചന്ദ്രന്മാരെ സകല സൃഷ്ടികളുമായുള്ളവരെ യഹോവയ്ക്ക് മഹത്വം അർപ്പിക്കും. രണ്ട് കരങ്ങൾ ഉയർത്തി ഒന്നിച്ച് ഞങ്ങളോടൊപ്പം ചേർന്ന് ലോകത്തിന് ഏത് രാജ്യത്തിരുന്നാലും നമുക്കറിയാവുന്ന ഗാനങ്ങൾ തന്നെ ഇവിടെ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നത്. ഞങ്ങളോടൊപ്പം നിങ്ങളും ആരാധനയിൽ പങ്കുചേരണം. ആരാധനയുടെ വിടുതൽ ഇന്നലെ അനേകർ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിറയപ്പെട്ടു. അനേകർ രോഗങ്ങൾ സൗഖ്യമായി,
അനേകം രോഗികളിൽ തന്നെ സൗഖ്യമായി. യേശു അവരെ തൊടുന്നു. യേശു നമ്മുടെ മുറിക്കകത്തേക്ക് ഇറങ്ങുന്നു. യേശു നമ്മുടെ ഭവനങ്ങളിൽ, യേശു നമ്മുടെ ശരീരത്തിൽ, യേശു നമ്മുടെ കുടുംബങ്ങളിൽ, യേശു നമ്മുടെ ജീവിതത്തിൽ. ജീസസ്, I thank you. Come on, let's sing and worship the Lord. Hallelujah. തീങ്കൽ മെഴുകുരുകുന്നത് പോലെ യേശുവിന്റെ ആത്മാവ് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ദേശത്തെ, നമ്മുടെ വിഷയങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ അത്യന്ത ശക്തി ഈ പകൽ വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓ ഹല്ലേലൂയ. ഗൾഫ് രാജ്യങ്ങളിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് ഇടയ്ക്ക് ഈ ശുശ്രൂഷ ടെലഫോണിൽ സുപ്പീരിയേഴ്സിന്റെ അനുവാദത്തോടുകൂടെ കണ്ട് വിടുതൽ അനുഭവിക്കുന്ന അനേകം ഞങ്ങളെ വിളിച്ച് വിവരങ്ങൾ അറിയിക്കുന്നുണ്ട്. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ വന്ദനം അറിയിക്കുന്നു. ഓസ്ട്രേലിയയിൽ നിന്ന്, ന്യൂസിലൻഡിൽ നിന്ന്, അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്ന്, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു അത്ഭുതങ്ങളുടെ ദൈവമാ. യേശു അത്ഭുത മന്ത്രിയാ. യേശു വീരനായ ദൈവം. യേശു സമാധാന പ്രഭു. യേശു ഉയർത്തെഴുന്നേറ്റ കർത്താവ്. എല്ലാവരും ചേർന്ന് ഒന്നിച്ച് നമ്മുടെ അപര്യാപ്തതകളിലേക്ക് ഇറങ്ങി വരുവാൻ കഴിവുള്ള യേശു, അനാരോഗ്യ അവസ്ഥയിലേക്ക് ഇറങ്ങി വരുവാൻ കഴിവുള്ള യേശു, തൊട്ട് സുഖപ്പെടുത്തുവാൻ കഴിയുന്ന യേശു. നൂറുകണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ ടെലഫോൺ ലൈനിൽ വന്നു കഴിഞ്ഞു. ടെലഫോൺ ലൈൻസ് മുഴുവൻ എൻഗേജ്ഡാ. പ്രാർത്ഥന വിഷയങ്ങൾ വിളിച്ചു പറയൂ. പ്രാർത്ഥന സഹാരികൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് തയ്യാറാ. അവർ മുഴക്കാലിൽ മേൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇടവിൽ നിൽക്കുന്നു. കോട്ടയത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അനേകർ ഈ ശുശ്രൂഷയിൽ രാവിലെ സമയം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു സഹോദരൻ മണർകാടിൽ നിന്ന് ബാംഗ്ലൂരില് യുവാവ് ലക്ഷ്യബോധമില്ലാതെ നടക്കുന്നു. പ്രത്യേകമായി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ തകർച്ച ഞങ്ങൾ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും യേശുവിന് രൂപാന്തരപ്പെടുത്താൻ കഴിയാത്ത വ്യക്തികളില്ല. യേശുവിന് മാറ്റം തരാൻ കഴിയാത്ത വിഷയങ്ങളില്ല. ഈ പകൽ യേശു അത്ഭുതം നമുക്കായി പ്രവർത്തിക്കും. ഞങ്ങളോട് ചേർന്ന് ഈ ആരാധനയിൽ കരങ്ങളെ ഉയർത്തി എല്ലാവരും ചേർന്ന് കൺമണി, കിണറ്റിൽ വെള്ളമുണ്ടാകും, ഷുഗർ ഹൈയ, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. യേശു നിങ്ങളെ തൊട്ട് വിടുവിക്കണം. യേശുവിന്റെ നാമത്തിൽ അവരുടെ കിണറിൽ നീരുറവകൾ തുറക്കപ്പെടട്ടെ. നീരുറവകൾ തുറക്കപ്പെടട്ടെ. നീരുറവകൾ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ കുടുംബത്തിൽ നിന്ന് വരൾച്ചകൾ മാറട്ടെ. അതോടൊപ്പം കർത്താവേ, ജലക്ഷാമം അനുഭവിക്കുന്ന ഭൂപ്രദേശങ്ങളിൽ പാർക്കുന്ന ഞങ്ങളുടെ പ്രിയമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായി ദൈവം തുറക്കുന്ന നീരുറവുകൾ അവർ അനുഭവിക്കട്ടെ. സമൃദ്ധമായ ജലം അവർക്കുണ്ടാകട്ടെ. ഷുഗർ ശരീരത്തിൽ ഹൈ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഈ പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലായിടത്തും നോർമൽസി യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. സാമ്പത്തിക കെടുതികൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുത മന്ത്രിയായി ഈ സന്ദർഭത്തിൽ തന്നെ അവിടുന്ന് അത്ഭുത കരം നീട്ടുക. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ശരീരത്തിന് തളർച്ചയും ശബ്ദത്തിലും നെഞ്ചെടുപ്പുമായി ഭാരപ്പെടുന്ന ട്രിവാൻഡ്രത്ത് വിളിച്ചിരിക്കുന്ന റീനയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സമ്പൂർണ്ണ സൗഖ്യം അവിടെ ഉണ്ടാകുമാറാകട്ടെ. കർത്താവെ, മണർകാട് നിന്ന് പ്രാർത്ഥനയ്ക്കായി വിളിച്ചിരിക്കുന്ന സഹോദരനായി പ്രാർത്ഥിക്കുന്നു. ലക്ഷ്യബോധമില്ലാത്ത യുവാവിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവെ ഇപ്പോൾ തന്നെ അവിടെ ഇറങ്ങണം.
ബൈബിളിലെ ശൗലിനെ പൗലൂസാക്കി മാറ്റിയ യേശുവിന്റെ ആത്മാവ് ഇപ്പോൾ തന്നെ ജീവിതത്തെ സ്പർശിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ പിതാവേ. കോട്ടയത്ത് നിന്ന് ഷാപ്ന സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകുന്നു. മക്കളുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും യേശു നിങ്ങൾക്കായി അത്ഭുതം പ്രവർത്തിക്കും. യേശുവിന്റെ നാമത്തിൽ സഹോദരങ്ങളുടെ ജീവിതത്തിൽ മേൽ അവിടുത്തെ കരം നീട്ടേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. അത്ഭുത മന്ത്രിയായ ദൈവമേ, ഇപ്പോൾ തന്നെ അവിടുത്തെ കരം നീട്ടണം യേശുവിന്റെ നാമത്തിൽ. അങ്ങയുടെ കരം അവരുടെ മേൽ വയ്ക്കും. യേശുവിന്റെ നാമത്തിൽ മറുപടി ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കഴിയുമെങ്കിൽ അസ്ത്രീകൾ കരങ്ങൾ വെച്ച് ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കണം. അത്ഭുത മന്ത്രിയായ യേശു നിങ്ങളുടെ ശരീരങ്ങളെ തൊട്ടുവിടുവിക്കുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് അനുഭവിപ്പാൻ കഴിയും. വിജയ ആന്റണി എറണാകുളത്ത് നിന്ന് വിട്ടുമാറാത്ത അസുഖങ്ങളാൽ ഭാരപ്പെടുന്നു. കടഭാരം ഈ സന്ദർഭത്തിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ആ വിട്ടുമാറാത്ത അവസ്ഥയ്ക്ക് എന്നേക്കുമായ ഒരു വിരാമം യേശു കൽപ്പിക്കുന്നു. ആ രോഗങ്ങൾ ഇന്ന് എന്നേക്കുമായി വിട്ടുമാറുന്നു. ആ കെടുതികൾ ഇന്ന് എന്നേക്കുമായി വിട്ടുമാറുന്നു. ദൈവത്തിന്റെ സ്ഥലത്ത് പ്രാപിച്ച ആത്മാവിൽ നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ വിളിച്ചു പറയട്ടെ, യേശുവിന്റെ നാമത്തിൽ ആ ശാപങ്ങൾ ആ കുടുംബത്തിൽ നിന്ന് അഴിയുന്നു. രോഗശക്തികൾ എന്നേക്കുമായ കുടുംബത്തിൽ നിന്ന് മാറട്ടെ. ഇപ്പോൾ സമ്പൂർണ്ണ സൗഖ്യം അവിടെ ഉണ്ടാകട്ടെ. കടഭാരം മാറട്ടെ. സണ്ണി കോട്ടയം മകൾ ബെൽവിന വിട്ടുമാറാത്ത പനി സമ്പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് മകൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സമ്പൂർണ്ണമായ സൗഖ്യം ആ മകൾക്ക് ഉണ്ടാകുമാറാകട്ടെ. ഓ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കുംഭമണ്ണിൽ നിന്ന് ലീല കുടുംബം കെടുതിയിലൂടെ കടന്നു പോകുന്നു. കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിടുതലുകൾ ഇപ്പോൾ തന്നെ സംഭവിക്കുമാറാകട്ടെ. ഇപ്പോൾ തന്നെ ആ കുടുംബം അനുഗ്രഹിക്കും കൊണ്ട് നിറയപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ പിതാവേ. പ്രാർത്ഥന വിഷയങ്ങൾ ധാരാളം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. പ്രാർത്ഥനാ ലൈനിൽ പ്രാർത്ഥന സഹാരികൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫോണുകൾ അറ്റൻഡ് ചെയ്യുവാൻ, നിങ്ങളുടെ വിവരങ്ങൾ എഴുതി വെക്കുവാൻ ഇവിടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അടുത്ത മുറിയിൽ അനേകം നിങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജീവിതങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം വ്യക്തമായി ഇപ്പോൾ തന്നെ ഇറങ്ങേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഓ സന്ധ്യ ഇടത്തുവായിൽ നിന്ന് വിളിച്ചു പറയുന്നു. ഇടത്തുവായുടെ ദേശത്തുനിന്ന് തിരുവല്ല, ഇടത്തുവ, മാന്നാർ, ആലപ്പുഴ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ ഈ ഫോണിലേക്ക് വിളിക്കാറുണ്ട്. നിങ്ങൾ കാണിക്കുന്ന നല്ല മനസ്സിന് രാവിലെ എഴുന്നേറ്റ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ നിങ്ങൾ കാട്ടുന്ന നല്ല മനസ്സിന് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ആ ദേശത്തുള്ളവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ തന്നെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അവരുടെ കുടുംബങ്ങൾ, അവരുടെ വ്യക്തിപരമായ ജീവിതം, അവരുടെ പഠനം, അവരുടെ ജോലി, അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. സന്ധ്യയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹം നടക്കേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അത് സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. പ്രിയ പിതാവേ, പിതാവിന് ശ്വാസം മുട്ടലാൽ ഭാരപ്പെടുന്നു. കാലിന്, രണ്ട് കാലിന്റെ നീര്, നെയ്യാറ്റിക്കരുന്ന് സുനില് ഇതുപോലെ കെടുതിയിൽ കൂടെ പോകുന്ന ശ്വാസം മുട്ടൽ നിമിത്തം ഈ പ്രത്യേക കാലാവസ്ഥയിൽ ആയിരക്കണക്കിന് ആളുകൾ ഈ രോഗത്തിലൂടെ കടന്നു പോകുന്നു. ഇന്ന് പകൽ യേശു നിങ്ങളുടെ ശരീരത്തെ തൊട്ട് സുഖപ്പെടുത്തുന്നു. എല്ലാവിധ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ തന്നെ യേശുവിന്റെ ആത്മാവിനാൽ, യേശുവിന്റെ കരം നീട്ടി അവരവിടുന്ന് സൗഖ്യമാക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സമ്പൂർണ്ണ സൗഖ്യം ഇപ്പോൾ ആ രോഗികളിൽ ഉണ്ടാകട്ടെ. ആ കാലിലെ നീര് മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. തികഞ്ഞ സൗഖ്യം ഉണ്ടാകട്ടെ. ഗ്ലോറി ടു ദി ലോർഡ്. ചിച്ചു തിരുവല്ലയിൽ എഴുതിയിരിക്കുന്നു. ധാരാളം പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്ന ധാരാളം കുട്ടികളുടെ മാതാപിതാക്കൾ അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ ഫോൺ ലൈനിൽ പകൽ മുഴുവൻ, രാത്രിയിൽ പോലും ഈ ഫോൺ ലൈനിൽ വിളിച്ച് അവരുടെ മക്കളുടെ വിവരങ്ങൾ പറയുന്നുണ്ട്. ചിച്ചു ഇന്ന് MSc എക്സാം എഴുതുക. ഇന്ന് തീർച്ചയായിട്ടും ഇന്ന് എക്സാം എഴുതുന്ന
എല്ലാ പ്രിയപ്പെട്ടവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ധാരാളം ആളുകൾ പ്രാർത്ഥന അപേക്ഷിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, എക്സാം എഴുതുന്ന എല്ലാ മക്കളുടെ മേല്, യുവാക്കന്മാരുടെ മേല് ഉയർന്നതായ ജ്ഞാനം കൊണ്ടവരെ നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ നമുക്കൊന്നിച്ച് ഈ ആരാധനയിൽ ലോകരാജ്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടയാളമായി ഞങ്ങളോട് ചേർന്ന് ആയിരിക്കുന്ന സ്ഥലത്തെ കരങ്ങളെ ഉയർത്തി ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ, ആയിരക്കണക്കിന് യുവാക്കന്മാർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ, അവർ ഇന്ന് അറ്റൻഡ് ചെയ്യുമ്പോൾ യേശുവിന്റെ ബലം അവരുടെ മേൽ ഉണ്ടാകട്ടെ. ക്ഷീണങ്ങൾ മാറട്ടെ. നന്നായിട്ട് എക്സാമിന് ആൻസർ ചെയ്യുവാൻ, ഉയർന്ന വിജയം കരസ്ഥമാക്കുവാൻ. May each of them come out in flying colors. I pray for every student who is appearing for their exam today, Lord, and the coming days. I pray, Lord, that your spirit of excellence may descend and rest upon their lives, Lord. കർത്താവേ, അങ്ങയുടെ തേജസ്സിന്റെ ആത്മാവ്, അങ്ങയുടെ എക്സലൻസിന്റെ ആത്മാവ് അവരുടെ മേൽ ഇറങ്ങി അവർ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഉയർച്ചയും നന്മയും അനുഭവിക്കേണ്ടതിന് ഞങ്ങൾ അവർക്കായി ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നു. ഉയർന്ന വിജയം യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ഞങ്ങളോട് ചേർന്ന് പാടിയാട്ട്. ഹല്ലേലൂയ, ഹോസന്ന, ഹല്ലേലൂയ. കഴിയുമെങ്കിൽ ആ കരം രണ്ട് കൂട്ടിയടിച്ച് ഓ ഹല്ലേലൂയ, ഹോസന്ന. യേശു ഉയർത്തെഴുന്നേറ്റ കർത്താവ്. ഹല്ലേലൂയ. ട്രിവാൻഡ്രത്തുനിന്ന് ബേബി കണ്ണിന് കാൽമുട്ടിന് വേദന, സമ്പൂർണമായ സൗഖ്യം ഇപ്പോൾ തന്നെ ആ ജീവിതത്തിൽ ഉണ്ടാകുമാറാകട്ടെ. അന്നമ്മ ചാക്കോ ട്രിവാൻഡ്രം, ഹസ്ബൻഡ് പാർക്കിൻസൺസ് രോഗത്താൽ ഭാരപ്പെടുന്നു. ഭയം, ഓപ്പറേഷൻ കഴിഞ്ഞു, ഉത്കണ്ഠ കെടുതികളിലൂടെ കടന്നു പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. പാർക്കിൻസൺ സിൻഡ്രോം ആ രോഗനിമിത്തം ഭാരപ്പെടുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. I pray especially for people who are affected with Parkinson's syndrome. I pray and come against that disease in the mighty name of Jesus. That people be made normal, 100% be made normal right now in Jesus name. ആ രോഗശക്തികളുടെ പോകുന്നവർ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സമ്പൂർണമായി സൗഖ്യമുണ്ടവനാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ. ട്രിവാൻഡ്രത്തുനിന്ന് അറിയിച്ചിരിക്കുന്നു, സാമുവലാണ് അറിയിച്ചിരിക്കുന്നത്. സാമുവൽ ഒരുപാട് പ്രശ്നങ്ങളെ നേരിടുന്നു. മദ്രാസിൽ നിന്ന് വിളിച്ചിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ധാരാളം ആളുകൾ മദ്രാസിൽ നിന്ന് ഈ പ്രഭാതത്തിൽ ഈ ആരാധനയിലും പ്രാർത്ഥനയിൽ നമ്മോടൊപ്പമുണ്ട്. ലോകത്തിൽ കർത്താവ് ഉപയോഗിക്കുന്ന അനേക ദൈവത്തിന്റെ ഭക്തന്മാർ ഈ ശുശ്രൂഷ നിങ്ങൾ ടെലിവിഷനിലൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും അല്ലാതെയും ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മോടൊപ്പം മുഴങ്കാലുകൾ പ്രാർത്ഥനയിൽ ആരാധനയിൽ വചനത്തോടുകൂടി ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ ഉയർപ്പിന്റെ ജീവൻ ഈ ജീവിതങ്ങൾ വ്യാപരിക്കട്ടെ. കെടുതികൾ അവിടുന്ന് മാറട്ടെ, തടസ്സങ്ങൾ അവിടുന്ന് മാറട്ടെ. സ്വസ്ഥത യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. വൈരാഗ്യത്തിനും പ്രതികാരത്തിനും പകരം യേശുവിന്റെ സ്നേഹം അവിടേക്ക് ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രിയ പിതാവേ. ഓ ഹല്ലേലൂയ. പ്രാർത്ഥനാ വിഷയങ്ങൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു. പ്രസന്നകുമാരി രോഗത്താൽ ഭാരപ്പെടുന്നു, കെടുതിയിലൂടെ പോകുന്നു. പ്രസന്നകുമാരി ഏതു തരത്തിലുള്ള രോഗമാണെങ്കിലും യേശുവിന് മരുന്നുണ്ട്. യേശു അത്ഭുത മന്ത്രിയാണ്. യേശു സൗഖ്യദാതാവാണ്. ആ കെടുതികൾ യേശുവിന്റെ നാമത്തിൽ അവിടെ മാറേണ്ട ഞങ്ങൾ കൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ ആ വിടുതൽ സംഭവിക്കട്ടെ. അനേകരുടെ വിടുതലുകൾ 7 മണിക്ക് ശേഷം ഉള്ള സന്ദർഭങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വിടുതലിന്റെ സാക്ഷ്യങ്ങൾ ഇപ്പോൾ തന്നെ വിളിച്ചറിയിക്കുക. യേശു അത്ഭുത മന്ത്രി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഭർത്താവിന് വിദേശത്തേക്ക് പോകുവാൻ വഴി തുറക്കണം. ഭർത്താവിന്റെ മാനസാന്തരം, 2 പെൺമക്കളുടെ വിദ്യാഭ്യാസത്തിനായി പ്രാർത്ഥിക്കുവാൻ എടത്തുവായിൽ നിന്ന് ഒരു സഹോദരി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദേശത്തേക്ക് ജോലിക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇന്ന് പകൽ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരം യേശുവെ അവിടുന്ന് അവരുടെ മേൽ വയ്ക്കാം. ഇപ്പോൾ തന്നെ നന്മ കൊണ്ട് അവിടുന്ന് അവരെ നിറയ്ക്കുക. യേശുവിന്റെ നാമത്തിൽ പിതാവേ. ഹല്ലേലൂയ, ഹോസന്ന. 2 കരങ്ങൾ ഉയർത്തി ഞങ്ങളോടൊപ്പം ഉല്ലാസത്തോടെ. ഹല്ലേലൂയ, ഹോസന്ന. ഹല്ലേലൂയ, ഹോസന്ന. ഹല്ലേലൂയ, ഹോസന്ന.
പ്രിയമുള്ളവരെ, യേശുവിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യെശയ്യാ പ്രവചനം 59 അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: Behold, the Lord's hand is not shortened that it cannot save. സഹായിപ്പാൻ കഴിയാതവന് യേശുവിന്റെ കരം ചെറുതായി പോയിട്ടില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ധാരാളം അപര്യാപ്തതകളെ നേരിടുന്നവരാണ്. ആ സന്ദർഭങ്ങളിൽ ഓടി നമ്മൾ പലരുടെയും അടുത്ത് സഹായത്തിന് വേണ്ടി പോകും. വിശുദ്ധ ബൈബിൾ കാണിച്ചു തരുന്ന ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ശബ്ദം കേട്ട് അവർ യാത്ര ചെയ്തു. ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത സ്ഥലത്തേക്കുള്ള യാത്രയിൽ അവർ വാഗ്ദത്ത നാടിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ പലവിധ ക്ലേശങ്ങളെ അവർ നേരിടേണ്ടി വന്നു. സംഭവിച്ചത് ആ ജനം പെട്ടെന്ന് ദൈവത്തോട് പരാതിപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മാറി. ആഹാരത്തിൽ മടുപ്പ്, സാഹചര്യത്തിൽ മടുപ്പ്, സുഖസൗകര്യങ്ങൾ, വീണ്ടും 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 കൂടുതൽ 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 എന്ന തൃഷ്ണ നിമിത്തം അതിഭയങ്കരമായ പരാതിയിലൂടെ അവർ കടന്നുപോയി. ആ പരാതിയെ ദൈവം അതുപോലെ തന്നെ കണ്ടെത്തി. അതിന് പരിഹാരവും ദൈവം ഒരുക്കി കൊടുത്തു. ആ പരിഹാരം ദൈവം ഒരുക്കി കൊടുത്തതെല്ലാം മനുഷ്യൻ ചിന്തിച്ചതിനേക്കാൾ ഉപരിയായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യപ്രിയമുള്ളവരോട് പറയട്ടെ, ഞാൻ എത്തിയിരിക്കുന്ന പ്രയാസത്തിൽ എന്റെ മുമ്പിൽ വഴികളില്ലായിരിക്കും. പക്ഷെ എന്റെ സൃഷ്ടിതാവിന് എനിക്ക് വേണ്ടി 100 വഴികളുണ്ട്. എന്റെ കൺമുൻപാകെ സഹായിപ്പാൻ എനിക്ക് ആരുമില്ലായിരിക്കാം. പക്ഷെ എന്റെ സൃഷ്ടിതാവിന്റെ അരികിൽ തന്റെ സഹായത്തിന്റെ കരവുമായി ഇന്ന് പകലുണ്ട്. എന്റെ കണ്ണുനീര് തുടയ്ക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചവർ എന്നെ വിരോധിച്ച് മാറുന്ന വേളകളിൽ ഞാൻ ആകെ ഉടഞ്ഞു പോകാറുണ്ട്. നമ്മളൊക്കെ അങ്ങനെ ആയി പോകാറുണ്ട്. എന്നാൽ ഇന്ന് പകൽ വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറന്ന് ആ യേശുവിന്റെ മുഖത്ത് നോക്കിക്കേ. യേശു നമ്മുടെ കണ്ണുനീർന്ന് തുടങ്ങി. നമ്മൾ തകർന്നുടഞ്ഞു പോകില്ല. രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യേശുവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. God has a way out for you. God has a new idea for your life. God has a new plan for your life. And He is ready to lift you up. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങൾ നിങ്ങളെ ഉയർത്തുവാൻ യേശു വിശ്വസ്തനാണ്. യേശുവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം ചേർന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവേ, അവിടുത്തെ കരം എന്റെ മേൽ വയ്ക്കണമേ. ആമേൻ. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി മദ്രാസിലുള്ള നാഷണൽ പ്രയർ നെറ്റ്വർക്കിന്റെ സീനിയർ കോർഡിനേറ്റർ, ആ ശുശ്രൂഷയുടെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ നാസിസ് നമ്മോടൊപ്പമുണ്ട്. നമുക്ക് അദ്ദേഹത്തെ കരങ്ങളെ അടിച്ച് സ്വാഗതം ചെയ്യാം. താങ്ക് യു പാസ്റ്റർ നാസിസ് for traveling all the way from Chennai and being with us this morning in the studio. ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം ഈ ദൈവദാസൻ മദ്രാസിൽ യാത്ര ചെയ്ത് ഈ വെളുപ്പിനെ ഞങ്ങളോടൊപ്പം എത്തിച്ചേർന്നതിൽ കർത്താവിന്റെ നാമത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. This man of God travels extensively in different parts of the world, mobilizing prayer groups, connecting God's people. ദൈവത്തിന്റെ ദാസിദാസന്മാരെ ഒന്നിച്ച് ദൈവ സ്നേഹബന്ധത്തിലേക്ക് കൊണ്ടുവരുന്നു. പ്രാർത്ഥനയ്ക്കായി അവരെ എഴുന്നേൽപ്പിക്കുന്നു. This is a season of prayer. നമുക്ക് ഒന്നിച്ച് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. കർത്താവേ, as we are going to listen from your servant this morning, കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ ദാസനിൽ നിന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ സന്ദർഭത്തിൽ അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. Holy Spirit of God, we pray that you will speak to us, Lord. You will quicken our spirit, Lord. ഞങ്ങളുടെ അന്തരാത്മാവിനെ അവിടുന്ന് ഉണർത്തണമേ. Oh, you will revive us, Lord. ഈ പകൽ അങ്ങയുടെ ജീവൻ അവിടുന്ന് ഞങ്ങളിൽ പകരണമേ. Oh Lord, we pray that you will strengthen each of us, Lord. Hallelujah, Hosanna. Hallelujah, Hosanna. Hallelujah, Hosanna. Hallelujah, Hosanna. Pastor Narcis, would you share
what God has laid in your heart for a few minutes with us. Yeah, this morning, as we are worshiping the Lord, the heaven is here. And Yeah. I believe as you are watching whether which part of the earth, heaven is there in your room, in your living room. This morning, I just want to encourage you. You want to get in touch with heaven, just worship Him. Yes. Just worship Him. It is not about we praying. It's God coming to your room. God coming to your place. നമ്മുടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ലോകത്തിന് ഏതു രാജ്യത്തിരുന്നാലും ഞങ്ങളിങ്ങനെ പ്രോത്സാഹിപ്പിക്കട്ടെ. ഈ ആരാധനയിൽ പങ്കെടുത്ത് യേശുവിന്റെ നാമത്തെ ഉയർത്തു. ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരുന്നതിനല്ല പ്രാധാന്യം, യേശു നിങ്ങളുടെ വീട്ടിൽ വരുന്നതിനാ പ്രാധാന്യം. യേശുവിന്റെ ആത്മാവ് നിങ്ങളുടെ മുറിയിൽ ഇപ്പോൾ തന്നെ ഇറങ്ങുന്നു. ഞങ്ങളോടൊപ്പം കരങ്ങളെ ഉയർത്തി ചേർന്ന് ദൈവത്തിന്റെ തേജസ് ഇന്ന് പകൽ ഇവിടെയുണ്ട്. God's glory is here. John chapter 11, it says Jesus wept. When he saw Lazarus, he heard the news of Lazarus' death. Jesus wept. That what the word of God says. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 30 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. യേശു കരഞ്ഞു, കണ്ണുനീർ വാർന്നു. ദുഃഖവും ഇരുട്ടും കെടുതിയും മരണവും കണ്ട സാഹചര്യത്തിൽ ആളുകളെ കണ്ട് യേശു ദൈവപുത്രനായവൻ ഉള്ളം നൊന്ന് കരഞ്ഞു എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നു. And this morning and this anywhere which part of earth you are in, Jesus is identify himself with your problem. ലോകത്തിൽ എവിടെയിരുന്ന് ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു എങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര ആഴമേറിയതാണെങ്കിലും അതുപോലെ തിരിച്ചറിയുന്ന യേശു നിങ്ങളോട് കൂടെ നിൽക്കുന്നു. He is there beside you. നിങ്ങളുടെ അരികിൽ തന്നെ യേശു നിൽക്കുന്നു. He identifies himself with your situation. നിന്റെ സാഹചര്യവുമായി യേശു അതിലേക്ക് തന്നെ ഇറങ്ങി നിൽക്കുന്നു. Jeremiah chapter 33 verse 3 says that he will answer whatever you pray to him. അവനോട് പ്രാർത്ഥിക്കുന്നതിന് മറുപടി തക്ക സമയത്ത് തരുന്ന ദൈവമാണ് യേശു എന്ന് യിരെമ്യാവ് 33:3 വ്യക്തമായി വായിക്കുന്നു. Call unto me, he says. അവിടെ പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിക്ക, I will answer you. ഞാൻ നിങ്ങൾക്ക് മറുപടി തരും. This morning, ഈ പ്രഭാതത്തിൽ wherever you are, നാം എവിടെയായിരുന്നാലും all you need to him is to connect with God. യേശുവിനോടുള്ള ബന്ധത്തിലേക്ക് കരങ്ങളെ ഉയർത്തി അവന്റെ നാമത്തെ വിളിക്കുക. Call Jesus. ഉറക്കെ വിളിക്കുക, യേശുവേ. And he will come. നിങ്ങൾക്ക് വേണ്ടി അവൻ ഇറങ്ങി വരുന്നു. Heal you. അവൻ നിന്നെ സൗഖ്യമാക്കുന്നു. He'll change your situation. നിന്റെ സാഹചര്യത്തെ യേശു മാറ്റുന്നു. Because he's committed himself. അവൻ നമ്മളോടുകൂടെ പ്രതിജ്ഞാബദ്ധതയുള്ളവനാണ്. Because the Bible says he's got power to heal your sickness. നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ യേശുവിന് അധികാരവും ശക്തിയുമുണ്ട്. He has power to heal your sin. നമ്മുടെ പാപങ്ങളെ മോചിക്കുവാൻ യേശുവിന് ഭൂമിയിൽ അധികാരമുണ്ട്. This morning, ഈ പ്രഭാതത്തിൽ he's real. യേശു യാഥാർത്ഥ്യമാണ്. Whatever your prayer request, നമ്മുടെ പ്രാർത്ഥന വിഷയം എന്താണെങ്കിലും, whatever may be your situation, നമ്മുടെ സാഹചര്യം എന്തൊക്കെയാണെങ്കിലും, impossible situation, അസാധ്യമായ ഏതു സാഹചര്യമാണെങ്കിലും, whatever the doctors have told the reports, ആ വിഷയത്തെ കുറിച്ച് ഡോക്ടർമാര് പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ തന്നെയാണെങ്കിലും, God is more real than all the reports. എല്ലാ വർത്തമാനങ്ങളെക്കാളും റിപ്പോർട്ടുകളെക്കാളും എത്രയോ യാഥാർത്ഥ്യമത്രേ ഉയർത്തെഴുന്നേറ്റ യേശു. He will change your situation. നമ്മുടെ സാഹചര്യത്തെ യേശു മാറ്റിമറിക്കും. He will turn your mourning into dancing. നമ്മുടെ കണ്ണുനീരിനെ അവൻ നൃത്തമാക്കി മാറ്റുന്നവനത്രേ യേശു. He is the God who called forth that Lazarus alive. ജീവനില്ലാത്തവനെ ജീവനിലേക്ക് വിളിച്ചു വരുത്തുന്നവനത്രേ ഉയർത്തെഴുന്നേറ്റ യേശു. കൈകളെ തട്ടി അല്പനിമിഷങ്ങൾ നമുക്ക് ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. Whatever may be your dead situation this morning, നിന്റെ ജീവിതത്തിന്റെ മരണകരമായ സാഹചര്യം എന്താണെങ്കിലും, I just pray that Lazarus will come forth this morning. ലാസർ നിങ്ങളുടെ ജീവിതത്തിൽ എഴുന്നേറ്റ് വരിക തന്നെ ചെയ്യോ. Cancer, come forth and just destroy in Jesus' name. യേശുവിന്റെ നാമത്തിലെ ജീവിതങ്ങളിൽ ലാസർ ഉയർത്തതുപോലെ യേശുവിന്റെ ജീവൻ നിമിത്തം അവർ ഉയർപ്പ് അനുഭവിക്കട്ടെ. Whatever may be your debts this morning, ഇന്ന് പകൽ അവരുടെ കടങ്ങൾ എത്ര വലുതാണെങ്കിലും God will rise up and you will come back to your same situation. യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, നന്മ കൊണ്ടവർ നിറയട്ടെ. Because God is committed to answer our prayers this morning. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ യേശു വിശ്വസ്തനത്രേ. So we worship. ആകയാൽ ഒന്നിച്ച്
ആരാധിക്കാം. ഹല്ലേലൂയ ഹോസന്ന ഹല്ലേലൂയ ഹോസന്ന. എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടെ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ ഹോസന്ന ഹല്ലേലൂയ ഹോസന്ന. Bible says Jesus turned the water into wine. ദൈവ തിരുവെട്ട് നമ്മെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു. യേശു വെള്ളം വീഞ്ഞാക്കി. Ordinary situation, സാധാരണ സാഹചര്യം, simple people. സാധാരണക്കാരായ ആളുകൾ. You may think that I don't have talent. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും എനിക്ക് ടാലന്റുകളൊന്നുമില്ലല്ലോ, I cannot sing. എനിക്ക് പാടാൻ കഴിയില്ല, I cannot pray. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. When Jesus comes into your life, എന്നാൽ യേശു നമ്മിലേക്ക് വരുമ്പോ He will turn your situation. നമ്മുടെ സാഹചര്യത്തെ യേശു മാറ്റിമറിക്കുക. He will turn your mouth into singing mouth. നമ്മുടെ നാവിനെ അവൻ പാടുന്ന നാവാക്കി മാറ്റുവാൻ യേശു He കഴിവുള്ളവനാണ്. will turn your lips into praying lips. നമ്മുടെ നാവിനെ അവൻ സ്തുതിക്കുന്ന പ്രാർത്ഥിക്കുന്ന നാവാക്കി മാറ്റുവാൻ യേശുവിനെ കഴിയുന്നു. Hallelujah, Hosanna. Hallelujah, Hosanna. എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടെ Hallelujah, Hosanna. Thank you, Lord. Hallelujah, Hosanna. He is committed to answer your prayer. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ യേശു പ്രതിജ്ഞാബദ്ധമാണ്. Not only your prayers, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിഷയങ്ങൾ മാത്രമല്ല, prayers of millions of people who are praying this morning all across the world. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ പ്രാർത്ഥനയിൽ പങ്കാളികളാകുന്നുണ്ട്. അവരുടെ എല്ലാ വിഷയങ്ങൾക്കും മറുപടി തരുവാൻ യേശു വിശ്വസ്തൻ തന്നെ. This morning, ഇന്ന് പ്രഭാതത്തിൽ let's commit all the Christian families across the nations of the world. ഈ ലോകത്തിലെ എല്ലാ ദൈവമക്കളെയും ദൈവജനത്തെ മുഴുവനായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് We പ്രാർത്ഥിക്കാം. pray the peace of God will rest in their families. അവരുടെ കുടുംബങ്ങളിൽ അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സമാധാനം ഇറങ്ങി നിൽക്കേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Devil is there to destroy families. കുടുംബങ്ങളെ നശിപ്പിക്കേണ്ടതിന് പിശാച് എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്നു. We speak shalom in the families. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ശാലോം സമാധാനം ഞങ്ങളെ കുടുംബങ്ങളിൽ മേൽ കൽപ്പിക്കുന്നു. Lord, we pray for broken families to be united this morning in Jesus' name. തകർന്ന കുടുംബങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ ആത്മാവിനാൽ യേശുവിന്റെ സ്നേഹത്താൽ ഉരുകി ഒന്നായി തീരേണ്ടതിന് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. Lord, we pray for broken relations to be healed in Jesus' name. തകർന്ന ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ സമ്പൂർണ്ണമായി സൗഖ്യമാകേണ്ടതിന് Let the പ്രാർത്ഥിക്കുന്നു. peace of God which passes all understanding rest in the hearts and minds of people this morning. കർത്താവേ, സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം ഓരോ ഹൃദയങ്ങളിലും ജീവിതങ്ങളിലും നിറഞ്ഞ് കവിയേണ്ടതിന് ഈ പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Lord, let each and every family experience heaven in their lives, Lord. കർത്താവേ, തകർച്ചയിലൂടെ പോകുന്ന ഓരോ കുടുംബവും ഓരോ ഭർത്താവും ഓരോ ഭാര്യയും സ്വർഗം അവരിൽ ഇറങ്ങി നിൽക്കുന്നത് സ്വർഗീയ അനുഭവത്തിലേക്ക് ഈ പകൽ അവർ വരട്ടെ. Worship you, Lord. ഞങ്ങൾ ഒന്നിച്ച് അങ്ങേക്ക് ആരാധന അർപ്പിക്കുന്നു കർത്താവേ. Hosanna, Hallelujah, Hosanna, Hallelujah, Hosanna, Hallelujah, Hosanna, Hallelujah, Hosanna, Hallelujah, Hosanna. This morning, ഈ പ്രഭാതത്തിൽ let's remember all the farmers who are in this nation. ഈ രാജ്യത്തുള്ള സകല കർഷകർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. And they depend on the rain for their crops to grow. അവരുടെ വിളകൾ വളരണമെങ്കിൽ ഫലമുള്ളതായി മാറണമെങ്കിൽ മഴ ആവശ്യമാണ്. When Elijah prayed, God sent rain. ഏലിയാവ് എന്ന ദൈവത്തിന്റെ ദാസൻ ബൈബിളിൽ കാണുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം സ്വർഗം തുറന്ന് മഴ പെയ്ച്ചു. I want to agree with you as you pray with me. ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നവരോട് ഞങ്ങൾ യേശുവിന്റെ ആത്മാവിൽ ഒന്നു ചേർന്ന് വരുന്നു. Shall we pray, Lord, send rain to our land, Lord? നമുക്കൊന്നിച്ച് കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ രാജ്യത്ത് മഴ പെയ്യിക്കണമേ. Lord, let the farmers suffer, Lord. കർത്താവേ, കർഷകർ ഇനി കഷ്ടപ്പെടുവാൻ അനുവദിക്കരുത്. Let them not commit suicide.
suicide, Lord. ഇനിയും അവർ ആരും ആത്മഹത്യ ചെയ്യുവാൻ Lord, ഇടയാകരുത്. let there be sufficient rainfall in all the fields, oh അവർക്ക് Father. എല്ലാ കൃഷിയിടങ്ങളിലും ഈ രാജ്യത്ത് പ്രത്യേകിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ മഴയുടെ സമൃദ്ധി നൽകും. Lord, we cry to the heaven to come and bless this nation. കർത്താവേ, ഈ രാജ്യത്തെ അനുഗ്രഹിക്കേണ്ടത് ഞങ്ങൾ സ്വർഗീയ പിതാവേ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. Thank you for doing so. അത് ചെയ്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. Thank you for doing so. അത് ചെയ്തതിന് നന്ദി കർത്താവേ. Worship you, Lord. ഞങ്ങൾ ഒന്നിച്ചങ്ങ് ആരാധിക്കുന്നു. Thank you, Lord. Hallelujah. Thank Worship you, you, Holy Lord. Spirit. Worship you, Lord. Hosanna. We thank you for this morning. ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു Thank you for കർത്താവേ. listening to our prayers and answering our prayers. ഓ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. We remember all the children in our nation, Lord, കർത്താവേ, ഞങ്ങളുടെ രാജ്യത്തുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ who are പ്രാർത്ഥിക്കുന്നു. suffering without food, ആഹാരമില്ലാത്ത കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. who are without daddy and mummy, Lord, പിതാവും മാതാവും ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ who are പ്രാർത്ഥിക്കുന്നു. living like orphans. അനാഥരെ പോലെ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. My God in heaven will come and visit them. തീർച്ചയായിട്ടും സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന ആ കുഞ്ഞുങ്ങളെ തെരുവിൽ നിന്ന് ഉയർത്തും. We thank you, Father. കർത്താവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. Continue to worship you. ഞങ്ങൾ ഒന്നിച്ചങ്ങ് വീണ്ടും ആരാധിക്കുന്നു. Amen. ഉയർത്തിയൻ യേശുതൻ കരം, ഉയർത്തിയേ പർവ്വതങ്ങൾക്കു മീതെ, ഉയർത്തിയേ കൊടുങ്കാറ്റുകൾക്കു മീതെ, എൻ യേശുവേ നീ എത്ര നല്ലവൻ, എൻ യേശുവേ നീ എത്ര നല്ലവൻ. മകൻ വിഷ്ണു കേരള ക്രിക്കറ്റ് ടീമിലുണ്ട്. ബോൾ കൊണ്ട് കൈക്ക് വേദനയായി. 2020 ക്രിക്കറ്റ് ടെസ്റ്റിന് വേണ്ടി ഇന്ന് സെലക്ഷൻ നടക്കുക. അത് മാത്രമല്ല, സുനിത മറ്റ് പലവിധ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു. ഹൃദയത്തിനും വയറിനുമൊക്കെ കെടുതികളിലൂടെ ആ ജീവിതവുമായിരിക്കുന്നു. തിരുവല്ലയിൽ നിന്ന് ഇപ്പോൾ തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ജീവിതത്തിനായി മകനെ വിഷ്ണു, തീർച്ചയായിട്ടും ദൈവത്തിന്റെ കരം നിന്നെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകും. നീ പ്രാർത്ഥനയ്ക്കായി ദൈവമുഖം അന്വേഷിക്കുന്നു എന്ന ഒരു കാരണം നിമിത്തം ദൈവം ഇന്ന് പകൽ സ്പോർട്സ് രംഗത്ത്, ആത്മിക രംഗത്ത്, ഭൗതിക രംഗത്ത് നിന്റെ പേര് വലുതാക്കും. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ കരം നിന്റെ മേൽ വരുന്നു. ആ മാതാവിന്റെ മേൽ വരുന്നു. എന്നോടൊപ്പം ചേർന്ന് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ ദൈവജനം ചേർന്ന് പാടിയാട്ട്, ദൈവജനം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. ഓ ഹല്ലേലൂയ. ഇത് നിങ്ങളുടെ പാട്ടായിരിക്കും. ഇത് നിങ്ങളുടെ നാവിൽ നിന്ന് ഉയർന്നുകൊണ്ടേയിരിക്കും. വിഷ്ണു, നിന്റെ ജീവിതത്തിൽ ഇത് നിന്റെ സാക്ഷ്യമായിരിക്കും. ഈ പാട്ട് ഇപ്പോൾ തന്നെ ചേർന്ന് പഠിച്ച് ചേർന്ന് ആ ഇന്റർവ്യൂവിന് പൊക്കോട്ടിരിക്കുമ്പോഴും നീ ഇത് പാടിക്കൊണ്ടേയിരിക്കുക. യേശു നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതം നിനക്ക് കാണുവാൻ കഴിയും. യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ സാഹചര്യം ഞങ്ങൾ ഇപ്പോൾ കേട്ടതുപോലെ മാറിപ്പോകട്ടെ. കരങ്ങൾക്ക് സൗഖ്യമുണ്ടാകട്ടെ, ഉയർച്ചയും നന്മയും ഉണ്ടാകട്ടെ. 2020 ക്രിക്കറ്റ് ടെസ്റ്റിൽ സെലക്ടഡ് ആകട്ടെ. ആൻഡ് വി സെലക്ട് ഹിം, വി സെലക്ട് ദിസ് വിഷ്ണു in this cricket match in Jesus mighty name. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവനെ യേശുവിന്റെ അധികാരത്തിൽ സെലക്ട് ചെയ്യുന്നു. ഈ സാക്ഷ്യം ഇവിടെ ഉണ്ടാകട്ടെ. ആ മാതാവിന് കൊടുത്ത സൗഖ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ. ഓ ഹല്ലേലൂയ. ഉയർത്തിയൻ യേശുതൻ കരം, ഉയർത്തിയേ പർവ്വതങ്ങൾക്കു മീതെ, ഉയർത്തിയേ കൊടുങ്കാറ്റുകൾക്കു മീതെ. അനേകം പ്രാർത്ഥന വിഷയങ്ങൾ ഈ സന്ദർഭത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. മേരിക്കുട്ടി തിരുവല്ല, ഹസ്ബൻഡ് റൊമാറ്റിക് പ്രോബ്ലം, കാലിനും കൈക്കും അതിയായ വേദന. നമുക്ക് ഇന്ന് പകൽ ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ തളർവാദ രോഗിയെ സൗഖ്യമാക്കി യേശുവിന്റെ കരം. ഇപ്പോൾ തന്നെ ജീവൻ അവിടെ ഇറങ്ങുന്നു. യേശുവിന്റെ സമൃദ്ധമായ ശക്തി ഇപ്പോൾ തന്നെ ആ ശരീരത്തിലേക്ക് ഇറങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ ആ റൊമാറ്റിസം സ്പിരിറ്റ് വിട്ടുമാറട്ടെ. ആ തളർച്ചയുടെ ആത്മാവിനോട് വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സമ്പൂർണ്ണ സൗഖ്യം അവിടെ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രിയനാഥൻ. എല്ലാവരും ചേർന്ന്
ശക്തിയെ കൊടുങ്കാറ്റുമീതെ അഥവാ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചു, കറണ്ട് ഇല്ലാതിരുന്നുകൊണ്ട് കാണാൻ പറ്റിയില്ല, സിഗ്നൽ ക്ലിയർ അല്ലാഞ്ഞുകൊണ്ടൊന്നും മനസ്സിലായില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ടെലിവിഷനിൽ കിട്ടിയില്ല, ഇതൊക്കെ പരാതികൾ ആളുകൾ വിളിച്ചു പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ വീടുകളിൽ എത്തിക്കുവാനുള്ള പരിശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. എന്നാൽ അതിനുശേഷവും ഇതിനുശേഷവും ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. ടെലിവിഷനിൽ വന്നുകൊണ്ടിരിക്കുന്ന അതേ ശുശ്രൂഷ 2 മണിക്കൂർ കഴിയുമ്പോൾ പ്രേയിങ് കേരള എന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ ആയിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങളോടൊപ്പം പങ്കുചേരാൻ സാധിക്കും. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഈ ശുശ്രൂഷയെക്കുറിച്ച് അറിഞ്ഞവർ അവരുടെ മറ്റു കൂട്ടുകാരെ കൂടെ എഴുന്നേൽപ്പിച്ച് അവരൊന്നിച്ച് പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. ദൈവനാമത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. മിസ്റ്റർ ചെറിയാൻ ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന ട്രിവാൻഡ്രത്തുനിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ഇന്ന് പകൽ ക്യാൻസറിന്റെ ആത്മാവ് അവിടെ നിന്ന് വിട്ടുമാറുക. ഇന്നലെ നമ്മൾ കേട്ടു, കരിഞ്ഞുപോയ അന്നനാളം, ചുരുങ്ങിപ്പോയ അന്യനാളം യേശു ആ സെക്കൻഡിൽ സൗഖ്യമാക്കി. ഇപ്പോൾ തന്നെ ആ ക്യാൻസറിന്റെ ആത്മാവ് അവിടെ നിന്ന് വിട്ടുമാറുന്നു. യേശുവിന്റെ നാമത്തിൽ സമ്പൂർണ്ണ സൗഖ്യം ഇപ്പോൾ തന്നെ അവിടെ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ചെറിയാൻ ഈ സ്റ്റുഡിയോയിലേക്ക് വന്ന് യേശു തന്നെ സൗഖ്യമാക്കിയ സാക്ഷ്യം വ്യക്തമായി പറയട്ടെ. യേശുവിന്റെ നാമത്തിൽ പുതിയ പാട്ടിനാൽ തന്റെ ജീവിതം നിറയട്ടെ. പുതിയ ജീവനാൽ, യേശുവിന്റെ ആത്മാവിനാൽ ആ ജീവിതം നിറയട്ടെ. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന മറ്റനേകർക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരുടെ മേൽ സൗഖ്യം കൽപ്പിക്കുന്നു. അതിവേഗം ഓടുന്ന ദൈവത്തിന്റെ വചനം, അവിടുത്തെ വചനം അയച്ച് സൗഖ്യമാക്കുന്ന ദൈവമാ. യേശുവേ, I am the Lord that healeth thee എന്ന നിന്റെ വചനത്തെ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന ദൈവവചനത്തെ, ആ ജീവനുള്ള വചനത്തെ, ആ സൃഷ്ടിക്കുന്ന വചനത്തെ, കീമോതെറാപ്പിയേക്കാൾ പതിനായിരക്കണക്കിന് ടണ്ണ് ശക്തിയുള്ള യേശുവിന്റെ വചനം ഇപ്പോൾ തന്നെ ആ ക്യാൻസറിന്റെ അണുക്കളെ കരിച്ചു കളയുന്നു. യേശുവിന്റെ നാമത്തിൽ സമ്പൂർണ്ണ സൗഖ്യം ഇപ്പോ അവിടെ ഉണ്ടാകട്ടെ. Now be healed in Jesus' mighty name. Now be healed in Jesus' name. Every cancer, every sort of tumor, multiple. Oh, Rabakashadhararababa. Yes. നടുവിന്റെ ഈ ഭാഗത്തുള്ളിലായി നട്ടെല്ലിനോട് ചേർന്ന് 3 മുഴകൾ അത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അതേ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞിരിക്കുന്നു, അതിൽ 2 എടുത്തു മാറ്റാൻ പറ്റും, 1 ഓപ്പറേറ്റ് ചെയ്യുവാൻ പറ്റുകയില്ല. അത് നിമിത്തം കെടുതിയിലൂടെ ഓപ്പറേഷനും വേണമോ വേണ്ടയോ എന്ന് വിഷമിക്കുന്ന ഒരു ജീവിതത്തെ ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ കാണിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന വേദന എന്റെ ശരീരത്തിൽ ഈ ഭാഗത്ത് ഇപ്പോൾ തന്നെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. യേശുവിന്റെ ആത്മാവിന് ഇപ്പോൾ ഞാൻ ആ രോഗശക്തിക്ക് വിരോധമായി വരുന്നു. ഇപ്പോൾ അത് മാറട്ടെ, ആ ട്യൂമർ കരിയട്ടെ, അത് കരിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. Glory to the Lord. യേശുവിന്റെ നാമത്തിൽ പിതാവേ. Oh, hallelujah. Glory to the Lord. Hallelujah. കാലിൽ ആക്സിഡന്റ് ആയി പല ചികിത്സകൾ ചെയ്തു, അത് വീണ്ടും പഴുത്ത് ഇൻഫെക്റ്റഡ് ആയി പഴുപൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ഈ പകൽ സൗഖ്യമാക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സമ്പൂർണ്ണമായി സൗഖ്യമാകട്ടെ, സമ്പൂർണ്ണമായി സൗഖ്യമാകട്ടെ, സമ്പൂർണ്ണമായി സൗഖ്യമാകട്ടെ, സമ്പൂർണ്ണമായി സൗഖ്യമാകട്ടെ. അസ്ഥിയോട് ചേരട്ടെ, അസ്ഥിയോട് ചേരട്ടെ, അസ്ഥിയോട് ചേരട്ടെ. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ സമ്പൂർണ്ണ സൗഖ്യം ഇപ്പോൾ അവിടെ ഉണ്ടാകട്ടെ. Glory to the Lord. Yes. Oh, hallelujah. നിങ്ങൾ ഞങ്ങളോട് ചേർന്ന് പാടിയാട്ടെ. എനിക്കറിയാം, കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് ആയുധങ്ങൾ ഈ പാട്ട് ചേർന്ന് പാടുന്നത്. യേശു ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ മുഴുവൻ മാറ്റുന്നു. Oh, hallelujah. Glory to the Lord. Glory to the Lord. രശ്മി ട്രിവാൻഡ്രത്ത് നിന്ന് ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നു. നോക്കിക്കേ നിങ്ങളുടെ വിഷയങ്ങളെ